Hi all, my name is Saijal, CEO ACED Academy. ACED Academy എക്സ്ക്ലൂസീവ്ലി ചെയ്യുന്ന എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്, എന്തൊക്കെയാണ് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക, എന്തെല്ലാമാണ് സിലബസ്, കോണ്ടന്റ് വൈസിൽ എന്തെല്ലാമാണ് വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു 5 ഡേയ്സിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എക്സ്ക്ലൂസീവ്ലി ഫോർ CA, CMA, ACCA സ്റ്റുഡൻസ്. നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഇത് വരുന്നത് CA, CMA, ACCA അതിന്റെ ഫൗണ്ടേഷൻ ലെവൽ ആയിക്കോട്ടെ, ഇന്റർ അല്ലെങ്കിൽ ഫൈനൽ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവര് ഇനി നെക്സ്റ്റ് ഫേസ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എന്നുള്ള ലെവലിലോട്ട് പോകുന്നവരെ ഫോക്കസ് ചെയ്തിട്ടാണ് സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് കോഴ്സ്, എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് സെഷൻ എടുക്കുന്നുണ്ടാവുക ഞാൻ തന്നെ ആയിരിക്കും. മൈ നെയിം ഇസ് സൈജൽ. ഞാൻ മോർ ദാൻ 7 years ഓഡിറ്റിംഗ് ആൻഡ് ബിസിനസ് കൺസൾട്ടൻസി രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൺസൾട്ടൻസി ഫോമാണ് ACED കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ചെന്നൈയിലുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുണ്ട്. ഓക്കെ, മോർ ദാൻ 100+ ക്ലയൻസിനെ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ക്ലയൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റഡി ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷർ അത് പ്രൊവൈഡ് ചെയ്യുക, ഈ ചുരുങ്ങിയ ടൈം കൊണ്ട് മാക്സിമം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോഴ്സിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വരുന്നത്. ഓക്കെ, നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ നെക്സ്റ്റ് ലെവൽ എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു ഫേസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് 5 days വർക്ക്ഷോപ്പ്. ദെൻ ഇനി നമുക്ക് എന്തെല്ലാമാണ് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എന്തെല്ലാമാണ് കോഴ്സിന്റെ കോണ്ടന്റ്സ് എന്ന് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഡേ 1 എന്ന് പറയുന്നത് നമുക്ക് എക്സൽ ട്രെയിനിങ് ആയിരിക്കും. MS ഓഫീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് MS ഓഫീസ് എക്സൽ എന്ന് പറയുന്നത്. ഏത് ഫീൽഡ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ഫീൽഡ് എന്ന് മാത്രമല്ല, സെയിൽസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഫീൽഡ്, ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് MS ഓഫീസ് എക്സൽ എന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾക്ക് എത്ര ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും പോലും അതിന്റെ അനാലിസിസ്, ഡാറ്റ വെർച്വലൈസേഷൻ, റിപ്പോർട്ട് പ്രിപ്പറേഷൻ, എല്ലാത്തിനും നമ്മൾ 90% നമ്മുടെ ലൈഫ് കിടക്കുന്നുണ്ടാവുക MS ഓഫീസ് എക്സലിലായിരിക്കും. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻ ആയിരിക്കും ഡേ 1 ഉണ്ടാവുക. അതിന്റെ ബേസ് തൊട്ട് നമുക്കൊരു ടൈം ഡ്യൂറേഷനിൽ നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ, ഈവൻ ബേസിക്, ദെൻ അതിന്റെ ഫങ്ഷൻസ്, നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യും. ദെൻ അതിന്റെ വെർച്വലൈസേഷൻ, റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് MS ഓഫീസ് എക്സലിന്റെ 1 day ഫസ്റ്റ് ഡേ ക്ലാസ് ഉണ്ടായിരിക്കും. ഡേ 2 നമ്മൾ വരുന്നത്, നിങ്ങൾ എല്ലാവരും ഓഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും, തിയറി മാത്രം. ഇന്ന് വരെ ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം, മേ ബി അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് മോർണിംഗ് സെഷൻ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ലെക്ചറും, അതിനുശേഷം നമ്മൾ ഇതേ സെയിം പഠിച്ചിട്ടുള്ള ഓഡിറ്റിംഗ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യും. നിങ്ങളിപ്പോ വൗച്ചിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, എങ്ങനെയാണ് വൗച്ച് ചെയ്യേണ്ടത്, അത് വിത്ത് ഒറിജിനൽ ഇൻവോയ്സ് വെച്ച് നമ്മൾ എങ്ങനെ വൗച്ച് ചെയ്യും എന്നുള്ളത് പഠിക്കും. ഓക്കെ, ബേസിക്കലി നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഒരു ഫിനാൻഷ്യൽസ് എടുക്കും. എന്താണ് ഓഡിറ്റിംഗ് എന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കും. അതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനി, ഓക്കെ, ട്രേഡിംഗ് ബിസിനസ്സിനെ നമ്മൾ നേരിട്ട് പോയി അവിടെ ചെല്ലുന്നു, അവിടെ എന്തെല്ലാമാണ് ഓപ്പറേഷൻസ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു വളരെ ചുരുങ്ങിയ ലെവലിലുള്ള നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഓഡിറ്റ് ഫംഗ്ഷൻ കൂടെ നമ്മൾ അവിടെ നിന്ന് ചെയ്യും. ഓക്കെ, നമ്മൾ അവിടുന്ന് റാൻഡംലി കുറച്ച് സാമ്പിൾസ് എടുക്കുന്നു, അതേപോലെ തന്നെ അത് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫങ്ഷൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക.
ഓക്കെ, ഡേ 3 നമുക്ക് വരുന്നത് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മുടെ കൊമേഴ്സ് പ്രൊഫഷൻ രംഗത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. നമ്മൾ എത്രത്തോളം പഠിച്ചു ആയിക്കോട്ടെ, നമ്മൾ CA കംപ്ലീറ്റ് ചെയ്തു, അതർവൈസ് CMA ഇന്ത്യൻ ഓർ US വാട്ട് എവർ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ACCA നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇതെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വർക്കിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ നോളേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതർവൈസ് നമുക്ക് അതിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എൻറ്റയർ സ്റ്റഡീസ് ഗോസ് ലോസ്. ഓക്കെ, സോ അതെങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്? ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്? എങ്ങനെ ആയിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് സെഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എനിവേ നിങ്ങളൊരു ട്രെയിനിങ്ങിന് അപ്രോച്ച് ചെയ്യട്ടെ, അല്ല നിങ്ങളൊരു ജോബിന് അപ്രോച്ച് ചെയ്യട്ടെ, CV റെസ്യൂമേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നാളെ നിങ്ങളൊരു റെസ്യൂമേ ഉണ്ടാക്കേണ്ടവരാണ്. അപ്പൊ എന്തെല്ലാമാണ് റെസ്യൂമേയിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രോപ്പർ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, ഓക്കെ, തുടങ്ങിയിട്ടുള്ള എൻ്റർ മാറ്റേഴ്സ് നമ്മൾ ഈ ഒരു ഡേ 3 ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇന്റർവ്യൂവിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സെഷൻ, ഒരു ട്രെയിനിങ് സെഷന് നമുക്ക് ഡേ 3 ഉണ്ടായിരിക്കും. ഇനി ഡേ 4 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഹോ ബുക്സ്, സോഹോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോ ഇന്ത്യയിൽ ഏറ്റവും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് സോഹോ ബുക്സ് എന്ന് പറയുന്നത്. ഈവൻ GCC കൺട്രീസിൽ പോലും നല്ല ഗ്രോയിങ് ആയിട്ട്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ സോഹോ ബുക്സ് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സോഹോ ബുക്സിൽ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് സ്വാഭാവികമായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 1 ഡേ നമ്മൾ സോഹോ ബുക്സിന്റെ ട്രെയിനിങ് ആയിരിക്കും. ദെൻ നമ്മൾ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ CV എങ്ങനെ പ്രിപ്പയർ എന്ന് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് നമ്മളൊന്ന് ചെയ്തു നോക്കും കൂടെ വേണം, അല്ലെ? അപ്പോ നിങ്ങൾ CV ഇവിടുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യും. നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ CV പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആ CVയിലുള്ള കറക്ഷൻസ്, മോഡിഫിക്കേഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മോക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. മോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, സെയിം എക്സ്പോഷർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. പ്ലസ് നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഓക്കെ, ബേസിക്കലി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്സ് ആരും നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മേ ബി നിങ്ങളെ കമ്മ്യൂണിക്കേഷനിൽ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, മേ ബി നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, മേ ബി നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിയില്ല, ആ അറിയില്ല എന്ന് പറയുന്ന മെത്തേഡ് പ്രശ്നമായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ കോഴ്സിന് എക്സ്ക്ലൂസീവ്ലി 20 സീറ്റ്സ് ഓൺലി. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പീപ്പിൾസിന് മാത്രമേ, സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ രജിസ്ട്രേഷൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, അവർക്ക് മാത്രമേ സീറ്റ് ബുക്ക് ചെയ്യുന്നുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്റർവ്യൂ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ, പ്രസന്റേഷൻസ്, നിങ്ങൾക്ക് ഞാൻ സ്വാഭാവികമായിട്ടും പ്രസന്റേഷൻസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ പവർ പോയിന്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. MS ഓഫീസ് പവർ പോയിന്റ് നമ്മൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്ലൈഡ് ഉണ്ട്. ഈ സ്ലൈഡ് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് വന്നിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്സ് പോലും ആയിട്ടില്ല, മാക്സിമം 1.5 മിനിറ്റ്സ്. അതാണ് എനിക്ക് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ള ടൈം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ AI ഇന്റഗ്രേറ്റഡ് AI ടൂൾസ് ഉണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ചെയ്യാം. പ്ലസ് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഭയം, സ്വാഭാവികമായിട്ടും ഒരു നമ്പർ ഓഫ് പീപ്പിൾസിനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫിയർ, ആ ഒരു സ്റ്റേജ് ഫിയർ, അത് മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഫസ്റ്റ്ലി നിങ്ങൾക്ക് ട്രെയിൻഡ് ആയിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഫീഡ്ബാക്ക് സെഷനും കൂടെ ഉണ്ടായിരിക്കും. ഇന്ന കാര്യങ്ങൾ മിസ്റ്റേക്സുകളാണ് നിങ്ങൾക്ക് വരുത്തിയിട്ടുള്ളത്, ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബെറ്റർ വേ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കൂടെ തരുന്നുണ്ടായിരിക്കും.
ഓക്കെ, ഇങ്ങനെ ഇതാണ് നമ്മുടെ ഒരു 5 days വർക്ക്ഷോപ്പിന്റെ ഈ എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കോണ്ടന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13th ഫെബ്രുവരിക്കാണ്. 13 to 17 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 10 AM to 3:30 PM വരെയാണ് നമ്മുടെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 1800 ആണ്. അത് തന്നെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മുഴുവൻ ക്യാഷ് അടച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ലിമിറ്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ 20 സ്റ്റുഡൻസിനെ മാത്രമേ ഒരു ബാച്ചിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്തു വരാണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്റ്റുഡന്റിന് വന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ മിസ് ആവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് മുൻകൂറായി രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. സോ ഈ കോഴ്സസിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞു. ഫർദർ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ കൂടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എനിവേ നിങ്ങൾ ഈ ഒരു 5 days വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു കരിയറിന് അതൊരു ബെറ്റർ തിങ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് ഫേസിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസിൽ ഇത് ഈസി ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ തന്നെ ഓക്കെ, ഈ ഒരു കൊമേഴ്സ് അക്കൗണ്ട്സ് പ്രൊഫഷനിൽ വരുന്ന മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പോ CA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരെക്കാൾ ചിലപ്പോൾ പാക്കേജ് MBAക്കാർക്ക് കിട്ടാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓക്കെ, അത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നിങ്ങളുടെ കരിയർ ത്രൂ ഔട്ട് യുവർ കരിയർ യു ക്യാൻ അച്ചീവ്. ഓക്കെ, ഹോപ്പ് you all are clear about the contents and syllabus of the 5 days experiential workshop. So hope we will see you soon, right? Okay, thank you.